ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെതാണ് ചെറിയൊരു ഷോ കാണിച്ചപ്പോൾ വേറെ ഇങ്ങോട്ടുമല്ല, നാളെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പൊ അതിന് കുറച്ച് പർച്ചേസിങ് പോകാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ പൊങ്കാലയുടെ സമയം പറയണ്ടല്ലോ, റോഡിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഒരു പ്രത്യേക വൈബുമാണ്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ഓരോരുത്തർ പൊങ്കാല ഇടാനായിട്ട് ഇവിടെ വരുന്നത്. എപ്പോഴും വിചാരിക്കും പൊങ്കാലയുടെ സമയത്ത് അമ്പലത്തിൽ പോയി തൊഴണമെന്ന്, പക്ഷെ ഒരിക്കലും നടക്കാറില്ല. പോകുമ്പോഴെല്ലാം ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് തിരിച്ചു വരേണ്ടി. ഈ പ്രാവശ്യം പോയപ്പോഴും തിരക്ക് കാരണം പുറത്തു നിന്ന് തൊഴുതിട്ട് വരേണ്ടി വന്നു. അങ്ങനെ ദേ കലമൊക്കെ എടുത്ത് ചെക്ക് ചെയ്യട്ടോ. നാളെ പൊങ്കാലയിടാനുള്ള കലമാണ്. ഓട്ടുണ്ടോന്നൊക്കെ നോക്കണമല്ലോ. അങ്ങനെ വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ കല സെറ്റാണ്. പിന്നെ കട്ട മേടിക്കാൻ വേണ്ടി പോയി. എന്താണെന്ന് അറിയത്തില്ല, പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജിയാണ്. കട്ടയൊക്കെ കണ്ടോ നിസ്സാരമായിട്ടാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെ അതുമായി ഇനിയുണ്ട് കുറെ സാധനങ്ങൾ മേടിക്കാൻ. കട്ടയൊക്കെ ചുമന്നുകൊണ്ട് വെച്ചിട്ട് എന്തോന്നു നല്ല വിശപ്പ്. അപ്പൊ പിന്നെ ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ടേക്കാൻ ബാക്കി നോക്കും. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറെ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ട്. പിറ്റേ ദിവസം പൊങ്കാലയാണല്ലോ. അപ്പൊ അങ്ങനെ ദേണ്ടേ നമ്മുടെ പൊങ്കാല എത്തിയിരിക്കുകയാണ്. കണക്കിന് സ്ത്രീകളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അങ്ങനെ ദേ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള സമയമായിരിക്കണം. ഞാനതേ വെള്ളമൊക്കെ എടുത്തോണ്ട് താഴോട്ട് ഇറങ്ങാൻ നിർത്തും. തൊട്ട് വീടിന്റെ താഴെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. എന്നാലും ഈ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകണമല്ലോ. ഞാൻ ഇറങ്ങിയപ്പോ ആണെങ്കിൽ കിച്ചൂട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കിച്ചൂടിന് എണീക്കാനുള്ള ടൈം ആയില്ലായിരുന്നു. അങ്ങനെ കിച്ചൂടിന്റെ മമ്മീനെ ഏൽപ്പിച്ചിട്ട് ദേണ്ട് ഞാൻ പൊങ്കാല ഇടാൻ എത്തി. അപ്പത്തേക്ക് അവിടെ ആൾക്കാരെല്ലാം വന്നായിരുന്നു കേട്ടോ. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. എന്ത് പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ പൊങ്കാല ഇടുമ്പോഴത്തേക്ക് എൻ്റെ കിച്ചൂടിന് 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1.5 വയസ്സായി. വർഷങ്ങൾ എന്ത് പെട്ടെന്നാണ് പോകുന്നത്. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി കേട്ടോ. ഇനി അവിടുന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അടുപ്പത്ത് തീ പകരാനുള്ള വെയിറ്റിങ്ങിലാണ്. ഇതെൻ്റെ 4ാമത്തെ പൊങ്കാലയാണ്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഞാൻ ഇടാൻ തുടങ്ങിയതാണ്. ഇപ്പം 4 പൊങ്കാലയായി. പറ്റിയ എല്ലാ വർഷവും ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ചാൽ പറ്റുന്ന വർഷങ്ങളിലെല്ലാം ഞാൻ ഇടും. അടുപ്പത്ത് തീ പകരുന്ന സമയമായി കേട്ടോ. അങ്ങനെ ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് ദൈവമേ എല്ലാം ശുഭമായിട്ട് നടക്കണേന്ന് പ്രാർത്ഥിച്ച് പൊങ്കാലിനടുപ്പി തീ പകർന്ന് വെള്ളം തിളച്ച് അരിയിട്ട് കഴിഞ്ഞ് പിന്നെ അത് തിളച്ച് തൂവാനുള്ളൊരു വെയിറ്റിംഗ്. അത് കറക്റ്റ് തിളച്ച് തൂങ്ങുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റൂല. അങ്ങനെ എല്ലാവരും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് അടുപ്പി തീ പകർന്നിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം അങ്ങ് കത്തി ജ്വലിക്കാൻ. പക്ഷെ എൻ്റെ അമ്മയും ചേച്ചി എൻ്റെ നാത്തൂനും എല്ലാവരും വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഓരോ സാഹചര്യം കാരണം ആർക്കും വരാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റണേ ദൈവമേ എന്നായിരുന്നു പ്രാർത്ഥന. നമുക്കിനി ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാല ഇടാം.
പൊങ്കാലയുടെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കിച്ചൂടിന് എഴുന്നേറ്റ് വന്നു കേട്ടോ. ഇന്ന് മമ്മി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. മമ്മയെ എഴുന്നേപ്പിച്ച് പല്ല് തേപ്പിച്ചതും കഴിക്കാൻ കൊടുത്തൊക്കെ. എന്നിട്ട് ആശാനെ എടുത്തോണ്ട് താഴോട്ട് വന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്ന ആശാൻ, എന്നാലും പാവം വഴക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എൻ്റെ കുട്ടി ചില സമയം നല്ല കുട്ടിയാണ്, എല്ലാ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. ചില സമയം ടെററാണ് കേട്ടോ. എപ്പോഴും എങ്ങനത്തെ സ്വഭാവമൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ പൊങ്കാലയൊക്കെ അവിടെ റെഡി ആയിട്ടോ. ഇനി അത് നേദിക്കുന്നവരെ നമ്മളത് മൂടി വെച്ചിട്ട് നമ്മുടെ അടുത്ത പരിപാടിയാണ് മെയിൻ പരിപാടി. ഫുഡ് വാങ്ങിക്കാൻ പോകണം. പിന്നെ പൊങ്കാല ദിവസം ഇവിടെ ഫുഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലായിടത്തും ഇഷ്ടം പോലെ ഫുഡുകൾ കിട്ടും. തലേദിവസം മുതലേ ഫുഡുണ്ട്. അങ്ങനെ വലിയ പാത്രവും സഞ്ചിക്കട്ടൊക്കെ ആയിട്ട് ഞാനീ പോകുന്നത് ഫുഡ് മേടിക്കാനാണ്. ഞങ്ങൾ 3-4 പേർക്കുള്ള ഫുഡ് വേണമല്ലോ. അങ്ങനെ പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു മടി എന്ന് പറയുന്ന സാധനമേ ഇല്ല. എവിടെ ഫുഡുണ്ടോ അവിടെ ഞാനുണ്ട്. അങ്ങനെ ഫുഡ് മേടിക്കാൻ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും ഉണ്ണിയേട്ടനും കൂടെ ക്യൂ ഒക്കെ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ പൊങ്കാല നേദിക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ പൊങ്കാലയൊക്കെ നേദിച്ചു. അങ്ങനെ ദേ പൊങ്കാലക്കാലുമായിട്ട് ഇനി വീട്ടിലോട്ടാണ്. അപ്പൊ ഇനി പോയി പൊങ്കാല കഴിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഗൈസ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു, ലവ് യു ഗൈസ്.